ഹായ് എവ്രിവൺ, 24 വർഷമായി നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ IT അക്കാഡമി. നമ്മുടെ IT അക്കാഡമിയെ ഇത്രയും ഉയർത്തിയെടുത്തതിൽ ഏറ്റവും പങ്കുവഹിക്കുന്നത് ആരാണ്? നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലേ? നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ പലയിടങ്ങളിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ജോലി സ്ഥലങ്ങളിലൊക്കെ പോയി വിശേഷങ്ങളൊന്ന് ചോദിച്ചറിഞ്ഞാലോ? നിങ്ങൾ റെഡിയല്ലേ? നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഹാവിറ്റ് ഗ്യാസ്ട്രോ ആൻഡ് ലിവർ സെന്റർ മുണ്ടപറമ്പയിലാണ്. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ അകത്തേക്ക് പോയാലോ? നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ IT അക്കാഡമിയിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ഷബീബയാണ്. നമുക്ക് ഷബീബയോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം അല്ലേ? ഹായ് ഷബീബ, സുഖല്ലേ? എങ്ങനെ പോകുന്നു ഹാവിറ്റിലെ വർക്കൊക്കെ? വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഷബീബ നമ്മുടെ IT അക്കാഡമിയിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏത് വർഷമായിരുന്നു ചെയ്തിരുന്നത്? 2023 സെപ്റ്റംബറിൽ. ഓക്കെ, അപ്പോ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഷബീബ IT അക്കാഡമി തന്നെ ചൂസ് ചെയ്തു? പഠനം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷമാണ് എനിക്കൊരു ജോബ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ ഒരുപാട് ആഡുകൾ സെർച്ച് ചെയ്തു. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനും ഞാൻ സെർച്ച് ചെയ്തു. അതിലും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് IT അക്കാദമിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ IT അക്കാഡമിയെ ചൂസ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു IT അക്കാഡമിയുടെ പഠനകാലം? ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ പഠിക്കാൻ വന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു, എനിക്ക് ഈ കോഴ്സ് പഠിക്കാൻ കഴിയോ എന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ IT അക്കാദമിയിൽ വന്നപ്പോൾ ടീച്ചേഴ്സൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് എടുത്തു തന്നത്. സിലബസിന് പുറമെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ തരുന്നത് കൊണ്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. പിന്നെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു, മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുക എന്നുള്ളത്. അതൊക്കെ നിഷാദ് സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഷബീബ IT അക്കാഡമിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഷബീബയുടെ ഉള്ളിൽ ഒരു ഗോൾ ഉണ്ടായിരുന്നു ഇല്ലേ? അതെ അതെ. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ഷബീബയ്ക്ക് സാധിച്ചോ? 100% അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 100% അച്ചീവ് ചെയ്യാൻ സാധിച്ചെന്ന് പറഞ്ഞല്ലോ. ആ അച്ചീവ്മെന്റിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? പഠനം കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് മുണ്ടുപറമ്പ് ഹാവിറ്റ് ഗ്യാസ്ട്രോ ലിവർ സെന്ററിൽ ജോലി കിട്ടി. റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗ്യാസ്ട്രോ ആൻഡ് ലിവർ ഡിസീസസ് ആണ് മെയിൻ ആയിട്ടും കൺസൾട്ട് ചെയ്യണത്. അതുപോലെ തന്നെ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി, ഫൈബ്രോ സ്കാനിങ് ഇതൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. IT അക്കാഡമി ചൂസ് ചെയ്തതിൽ ഷബീബ ഇപ്പോൾ ഹാപ്പിയാണോ? 100% ഹാപ്പിയാണ്. എനിക്ക് ഈ ജോലി കിട്ടിയത് IT അക്കാദമിയുടെ സപ്പോർട്ടോട് കൂടിയാണ്. ഷബീബക്ക് IT അക്കാഡമിയിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഷബീബയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഷബീബക്ക് മറ്റു കുട്ടികളോട് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? പെട്ടെന്നൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് അക്കാദമിയാണ് IT അക്കാദമി. ഇവിടെ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ IT അക്കാഡമിയിലെ സ്റ്റുഡന്റ് ആയിരുന്ന വൈഷ്ണവിയാണ്. നമുക്ക് വൈഷ്ണവിയുടെ അടുത്തേക്ക് പോയി നോക്കാം. ഹായ് വൈഷ്ണവി, സുഖല്ലേ? സുഖായിരിക്കുന്നു. എങ്ങനെ പോകുന്നു വർക്ക് ലൈഫ് ഒക്കെ? ഇപ്പൊ ഹാപ്പി ആയി പോകുന്നു, കുഴപ്പമൊന്നുമില്ലാണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. IT അക്കാഡമിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണല്ലേ മോള്? എങ്ങനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സിലേക്ക് എത്തിപ്പെടുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചൂസ് ചെയ്യുന്നത്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ജോബ് കരിയർ സെറ്റിൽ ആവണം എന്നൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ജോലി വേണം. അങ്ങനെയാണ് ഈ 6 മന്ത് കോഴ്സ് ഞാൻ തിരഞ്ഞെടുത്തത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ആഡ് ഒക്കെ കണ്ടതിന് ശേഷമാണ് IT അക്കാദമി ചൂസ് ചെയ്തത്. പിന്നെ അവിടെ എൻക്വയറി ഒക്കെ ചെയ്തപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നി. IT അക്കാഡമി ചൂസ് ചെയ്തതിൽ മോൾ ഹാപ്പിയാണോ? അതെ, തീർച്ചയായും ഹാപ്പിയാണ്. കാരണം ഇന്ന് ഞാനിവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് തീർച്ചയായിട്ടും IT അക്കാദമി തന്നെയാണ് വലിയൊരു സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. IT അക്കാഡമിയിലെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ അടുത്ത ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര ക്ലോസ് ആയിരുന്നു. പിന്നെ അറ്റ്മോസ്ഫിയറും ആംബിയൻസും എല്ലാം ബെറ്റർ ആയിരുന്നു. ഒരു അക്കാഡമിക് കോഴ്സിനേക്കാൾ ഉപരി അവിടെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിഷാദ് സാറിന്റെ ക്ലാസ് ആണെങ്കിൽ പോലും മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ സാർ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ആളുകൾ അവരുടെ കരിയർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വൈഷ്ണവിക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? കരിയർ സെറ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബെറ്റർ ഒരു ഓപ്ഷൻ തന്നെയാണ് IT അക്കാദമിയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ്. ഞങ്ങളെപ്പോലെ കരിയർ സെറ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ IT അക്കാദമിയിൽ.